ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറ് പാത്രത്തിൽ തീരുന്നത് അറിയത്തേയില്ല. ഇതിനായി ഞാനൊരു 5 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മൺചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. ചട്ടിയിലേക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. അതിൽ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി അടുത്തതായി ഒരു ജാറിലേക്ക് അരമുറി തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 1 നുള്ളി ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സിയുടെ ജാറിലേക്കിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഇനി അതിലേക്ക് 1 കപ്പ് തൈരാണ് നമ്മൾ ചേർക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഴമാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കറി അധികമായി തിളച്ച് പോകണ്ട. ഒന്ന് ചൂടായാൽ മാത്രം മതി. തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലാണ് നമ്മളിത് താളിച്ചെടുക്കുന്നത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.